ഹായ് ഗായ്സ്, ഒരു മീൻ കൊതിക്കഥ കേട്ടാലോ? അപ്പോൾ നമ്മൾ മീൻ കഴിക്കാൻ കൊതിയായിട്ട് ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ പോയിട്ട് ദിൽവാലെ കൂളിവാട എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, ഞാൻ വിശ്വസിക്കുന്നു. ആ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ വലിയ അയക്കുറ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. കിങ് ഫിഷ് ഇല്ലേ, അത് ഇവിടെ അതിനെ സുർമൈ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ അതിൽ മുളകും മഞ്ഞപ്പൊടിയൊക്കെ തേച്ചു. ഞാൻ അത്യാവശ്യം തേക്കാനുള്ള മുളകും മഞ്ഞപ്പൊടിയൊക്കെ എടുത്തിട്ടും ആ മീനിൻ്റെ വലിപ്പം കൊണ്ട്, അതിൻ്റെ സൈസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ആ സൈസ് കൊണ്ട് അതിൽ പുരട്ടിയിട്ട് സത്യം പറഞ്ഞാൽ ആവുന്നില്ല. ഞാൻ വീണ്ടും എടുത്തിട്ടാണ് അതുമിൽ പുരട്ടിയെടുത്തത്. പിന്നെ ഇത് നമ്മുടെ വെളിച്ചെണ്ണ കേട്ടോ. നമ്മൾ ഇവിടുത്തെ തണുപ്പ് കാരണം അതിങ്ങനെയാണ്, പാല് പോലെ ആയിപ്പോയി. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ മൊത്തം ഗിരിയേട്ടൻ്റെ അനിയൻ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി, മീൻസ് ആട്ടി കൊടുത്തയക്കുന്ന വെളിച്ചെണ്ണയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ടെൻഷനില്ലാതെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഇത്രയും വലുത് കിട്ടിയപ്പം 2 പീസ് പൊരിച്ചു. ബാക്കി നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ വൈറൽ ഫിഷ് കറി ഇല്ലേ, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് വേണ്ട മസാല ഒക്കെ ഞാൻ ആദ്യം വെളിച്ചെണ്ണയിൽ ജസ്റ്റ് അടുപ്പ് ചൂടാക്കാണ്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് വേണ്ട ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട്, എന്നിട്ട് പുളിവെള്ളം ഒഴിച്ച് ആ ഒരു മസാല അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് മീനിടുകയാണ് ചെയ്തത്. ഓക്കെ, പിന്നെ അത് അവിടെ കിടന്ന് ഡ്രൈ ആയി. അപ്പോഴത്തേക്കും നമ്മുടെ ഫിഷിൻ്റെ ഒരു സൈഡായി കേട്ടോ. ഒരു സൈഡായപ്പോൾ നമ്മൾ മെല്ലെ ആ ഫിഷിനെ മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. നല്ല രസമില്ല ആ വലുപ്പം കാരണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാല് പോലെ ഇടുന്ന വെളിച്ചെണ്ണേനെ എങ്ങനെയൊക്കെയോ മെൽറ്റ് ചെയ്ത് ഈ ഒരു കോലത്തിലാക്കി. ഇതിൻ്റെ കൂടെ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഫിഷ് മുട്ട ഉണ്ടായിരുന്നു. ഞാൻ അതുവരെ ഫിഷ് മുട്ട കഴിച്ചിട്ടില്ല. നമ്മൾ മുറിച്ച പീസിൻ്റെ കൂടെ കിട്ടിയതാണ്, അപ്പോൾ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഗിരിയേട്ടൻ്റെ സ്പെഷ്യലാണെന്ന് പറഞ്ഞ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു സ്ഥലത്ത് ഞാൻ മീൻകറി അല്ല, നമ്മൾ ആ ഫിഷ് മസാല പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതേസമയം ഗിരിയേട്ടൻ ഇപ്പുറത്തതേ നമ്മുടെ മീൻ മുട്ടയ്ക്ക് വേണ്ട ഈ പറയുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതിലേക്ക് വേണ്ട മസാലയൊക്കെ ഗിരിയേട്ട ഇട്ടതിന് ശേഷം ഗിരിയേട്ടതേ അതിലേക്ക് നമ്മുടെ മീൻ മുട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ എന്താ പറയുക, വീഡിയോസൊക്കെ നോക്കിയ സമയത്ത് അതിങ്ങനെ പൊടിഞ്ഞ് കിടക്കണം. അപ്പോൾ ഇങ്ങനെ ആവും എന്നുള്ളതായിരുന്നു എൻ്റെ കൺസേൺ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മീൻമുട്ട നല്ല പൊടിഞ്ഞ് വന്നു. പിന്നെ അതിലേക്ക് ലാസ്റ്റ് ഗിരിയേട്ടൻ കുറച്ച് തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്ത് തന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ മീനിനെ ഒന്ന് ആ ചട്ടിയിൽ നിന്ന് ഇറക്കാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു. പൊട്ടാതെ ഇറക്കാൻ വേണ്ടി കുറേ കളിച്ച് നമ്മൾ. അപ്പോൾ ആദ്യത്തെ മീൻ എന്തായാലും നമ്മളെടുത്ത് പൊട്ടിപ്പോയി. അവസാനം ഗിരിയേട്ടൻ അത് അഡ്ജസ്റ്റ് ചെയ്ത പീസൊക്കെ വെക്കുക. രണ്ടാമത്തെ മീൻ പൊട്ടിക്കൂല എന്ന് പറഞ്ഞ് ചോറിൻ്റെ മേലേക്ക് എടുത്തു വയ്ക്കാൻ കഷ്ടപ്പെടുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ സ്പൂൺ തിരിച്ചും മറിച്ചൊക്കെ അവസാനം നമ്മുടെ പൊരിച്ച മീനിനെ നമ്മൾ എങ്ങനെയൊക്കെയോ ചൂണ്ട മേലേക്ക് ഇറക്കി. ഇതേ കണ്ടോ, പൊട്ടിയോ എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരിക്കൽ പൊട്ടി, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ എല്ലാ ഐറ്റംസും റെഡിയായി. നമ്മുടെ ഫിഷ് ഭയങ്കര ഫ്രഷ് ആയതുകൊണ്ട് അന്നത്തെ ലഞ്ചും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു.